Now let us discuss about some specific examples discussed in your textbook whose geometries can be or shape can be predicted by using the VSEPR theory. First one is ammonia molecule NH3. Here the central atom is nitrogen, and we know the hybridization of nitrogen in ammonia molecule is sp3. It is sp3 hybridized, right? We can see the electronic configuration of nitrogen in the ground state. It contains 2 electrons in the 2s orbitals and 3 electrons are distributed in the 2p orbital. So these 2s and 2p orbitals mix up, forming sp3 hybridized, 4 sp3 hybridized orbitals, and there are 5 electrons in it, right? So each of these unhybridized sp3 orbitals combine with 3 hydrogen atoms, and the total electron count will be 8. Okay, since the hybridization is sp3, the expected geometry is a regular tetrahedron with a bond angle of 109°28'. But we can see in the case of ammonia molecule, the HNH bond angle is 107 degree. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളിനേക്കാളും കുറഞ്ഞ ബോണ്ട് ആംഗിളാണ് ആക്ച്വൽ അമോണിയ മോളിക്യൂളിലുള്ളത്. ദിസ് ഈസ് ഡ്യൂ ടു ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, സോ അമോണിയ മോളിക്യൂളിൽ നമുക്കറിയാം ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആണുള്ളത്, അതായത് 6 ഇലക്ട്രോൺസ്. ദെൻ റിമൈനിങ് 2 ഇലക്ട്രോൺസ് ഒരു ലോൺ പെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ഇൻ അമോണിയ മോളിക്യൂൾ there are 3 bond pair of electrons and 1 lone pair of electrons. ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് പരമാവധി കൂട്ടാനായിരിക്കും നമ്മുടെ മോളിക്യൂൾ ശ്രമിക്കുക. സോ ഈ ഹൈഡ്രജൻ ആറ്റംസ് കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് വരും, ബോണ്ട് ആംഗിൾ കുറഞ്ഞു വരും. എക്സ്പെക്റ്റഡ് 109°28'നേക്കാളും അല്ലേ. സോ നമ്മുടെ മോളിക്യൂള് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിന്ന് മാറിയിട്ട് ഒരു പിരമിഡൽ ജോമെട്രിയായി മാറും. ഈ പിരമിഡൽ ജോമെട്രിയുടെ ബേസ് പൊസിഷൻസിൽ ഹൈഡ്രജനും അതിൻ്റെ ടോപ്പിൽ നൈട്രജനും വരുന്ന രീതിയിൽ അതിൻ്റെ ആക്ച്വൽ അതിൻ്റെ എഫക്ട്സിലാണ് ഈ ലോൺ പെയർ ഒക്കുപ്പൈ ചെയ്യുക. സോ അമോണിയ ഹൈബ്രിഡൈസേഷൻ, നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ ജോമെട്രി ആണെങ്കിലും ലോൺ പെയറിന്റെ പ്രസൻസ് കൊണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ, അതുകൊണ്ട് നമ്മുടെ ജോമെട്രി പിരമിഡൽ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് വൺ ഈസ് XeF6. The central atom here is xenon and the hybridization is sp3d3. xenon നമുക്കറിയാം, xenonന് ചുറ്റും 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ 6 ഫ്ലൂറിനുമായിട്ട് അത് കമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ 8 + 6 there are 14 വാലൻസ് ഇലക്ട്രോൺ അല്ലേ. ഈ sp3d3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 6 sp3d3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ 6 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, 12 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ദെൻ റിമൈനിങ് ഈ 14-ന് 2 ഇലക്ട്രോൺ റിമൈനിങ് ഉണ്ട്. 6 ബോണ്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആ 2 ഇലക്ട്രോൺസ് ഒരു ലോൺ പെയർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അപ്പം sp3d3 ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു ജോമെട്രിയാണ് നമുക്ക് ആക്ച്വലി കിട്ടുക. നമുക്കൊരു കൈൻഡ് ഓഫ് ഒക്ടാഹെഡ്രൽ ജോമെട്രി കിട്ടും. പക്ഷേ അതിൽ നിന്ന് ഒരു ഫേസിൽ അല്ലേ XeF3 ഒരു ഫേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന ജോമെട്രി ആക്ച്വലി ഒരു ക്യാപ്ഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. 6 ബോണ്ട് ഉള്ളത് കൊണ്ട് ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ് ആക്ച്വലി ക്യാപ്ഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്. അതായത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയുടെ ഒരു ഫേസിൽ കൂടെ ഇതുപോലെ ഒരു ലോൺ പെയർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് എ geometry of XeF6. Next example is ClF3. ClF3 central atom Cl ആണ്, which is sp3d hybridized. We had just discussed about this molecule in the previous video. So Cl-ന് 7 valence electrons ആണുള്ളത്, 3 ClF bonds ഉണ്ട്. So 3 electrons from fluorine atoms, total of 10 valence electron. So ഈ sp3d അല്ലെ 5 sp3d ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിൽ ബോണ്ട് പെയർ ആണുള്ളത്, അതായത് 6 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ 3 ബോണ്ട് പെയർ ഫോം ചെയ്യും. റിമൈനിങ് എത്രയാണ്? 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് 2 ലോൺ പെയേഴ്സ്. സോ നമ്മുടെ സെൻട്രൽ ഫ്ലോറിൻ ആറ്റത്തിന്റെ ചുറ്റും 3 ബോണ്ട് പെയേഴ്സും 2 ലോൺ പെയേഴ്സും ആണുള്ളത്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ sp3d ആയതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. പക്ഷേ നമുക്ക് 2 ലോൺ പെയർ ഉള്ള കാരണം ഈ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. മോളിക്യൂൾ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. 3 പോസിബിൾ രീതിയിൽ നമുക്ക് ഈ ലോൺ പെയറിന് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2 ആക്ച്വൽ പൊസിഷനിൽ, 2 ഇക്വിറ്റോറിയൽ പൊസിഷൻസിൽ, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റോറിയൽ പൊസിഷനിൽ അതിൽ നമുക്ക് റിപ്പൽഷൻ എനർജി വെച്ച് നോക്കുമ്പോഴേക്കും
ഈ ഒരു രണ്ടും ഇക്വിറ്റോറിയലിൽ വരുന്ന അറേഞ്ച്മെന്റ് ആണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ 2 ലോൺ പേയേഴ്സ്, 2 ലോൺ പേയേഴ്സ് എവിടെയാണ് വരിക? occupy the equatorial positions with 120 degree bond angle. അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ ഇല്ലാത്ത രീതിയിലാണ് അവിടെ അറേഞ്ച്മെന്റ് നടക്കുക, ലോൺ പേയേഴ്സിന്റെ അറേഞ്ച്മെന്റ് നടക്കുക, വിച്ച് ഇസ് എ ലോവസ്റ്റ് എനർജി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ പേയേഴ്സ് ഇൻ ദ മോളിക്യൂൾ. സോ നമ്മുടെ ആക്ച്വൽ പൊസിഷൻസ് എങ്ങനെയാണ്? നമ്മൾ എക്സാക്ട്ലി 180 ഡിഗ്രി ആണ് എക്സ്പെക്ട് ചെയ്യുക, പക്ഷേ ലോൺ പേയേഴ്സിന്റെ പ്രസൻസ് കൊണ്ട് ഈ ആക്ച്വൽ ബോണ്ട് സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ടി ഷേപ്പ് ആണ്, പക്ഷെ ഒരു സ്ലൈറ്റ്ലി ബെൻഡ് ആയിട്ടുള്ള, ടി എന്ന് പറയുമ്പോൾ ഈ ആക്ച്വൽ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമായിരുന്നു അല്ലേ. അതിന് പകരം ഈ ലോൺ പേയേഴ്സിന്റെ രണ്ടെണ്ണത്തിന്റെ പ്രസൻസ് കൊണ്ട് സ്ലൈറ്റ്ലി ബെൻഡ് ആയിട്ടുള്ള ടി ഷേപ്പ് ജോമെട്രിയാണ് ClF3 കിട്ടുക. Now shape of ammonium ion NH4+. നമുക്കറിയാം അമോണിയം മോളിക്യൂളിന്റെ കേസിലെ പോലെ തന്നെ സെൻട്രൽ നൈട്രജൻ ആറ്റം ഇവിടെയും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അമോണിയം മോളിക്യൂളിൽ ഇത് അമോണിയം മോളിക്യൂൾ ആണ്. നമുക്കറിയാം 3 ബോണ്ട് പെയർസും ഒരു ലോൺ പെയറും ആണുള്ളത്. അതിൽ ആ ലോൺ പെയറിലേക്ക് നമ്മുടെ ഇലക്ട്രോൺ ഇല്ലാത്ത H+ അയൺ വന്ന് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു NH ബോണ്ടായിട്ട് മാറും. സോ ദ ലോൺ പെയർ ഇൻ വൺ ഓഫ് ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് അമോണിയ ഈസ് ടേക്കൻ ബൈ H+ അയൺ അല്ലേ. സോ നൈട്രജന് ചുറ്റോടെ നമുക്ക് 4 ബോണ്ട് പെയർ ആണ് ഉള്ളത്. അമോണിയം അയണിൽ 4 ബോണ്ട് പെയർ ആണുള്ളത്. ഈ 4 ബോണ്ട് പെയറിന് ഒരേ ബോണ്ട് ലെങ്ത്തും എനർജിയും എല്ലാമാണുള്ളത്. അതുകൊണ്ട് ഈക്വൽ ആയിട്ട് അത് ബിഹേവ് ചെയ്യും. അതുകൊണ്ട് അമോണിയം അയൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ടെട്രാഹെഡ്രൺ ആയിരിക്കും നമുക്ക് കിട്ടുക. അമോണിയത്തിൽ പിരമിഡൽ ജോമെട്രി ആയിരുന്നെങ്കിൽ അമോണിയം അയൺ ആകുമ്പോൾ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് വിത്ത് ബോണ്ട് ആംഗിൾ ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. എല്ലാ NH ബോണ്ട്സും ഈക്വൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പോസിറ്റീവ് ചാർജ് എൻറ്റയർ മോളിക്യൂളിൽ ഡീലോക്കലൈസ്ഡ് ആയതായിട്ടും. Then shape of H3O+ hydronium ion, we had already discussed its shape during the session of hybridization. So as in the case of water molecule, 2 half-filled sp3 hybridized orbitals of oxygen atom overlap with 1s orbital of hydrogen atom forming 2 OH bonds. അല്ലെ വാട്ടറിൽ നമ്മൾ കണ്ടിരുന്നു 2 OH bonds ആണ്, 2 bond pairs ആണുള്ളത്. Then ഒരു ലോൺ പെയർ ഉണ്ട്. വൺ ഓഫ് ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഈസ് ടേക്കൻ ബൈ H+ അയൺ അല്ലേ. വാട്ടറിൽ 2 ലോൺ പെയർസ് ഉണ്ട്. അതിൽ ഒരു ലോൺ പെയർ H+ അയൺ ഒക്കുപ്പൈ ചെയ്യും. സോ നമുക്ക് H3O+ മോളിക്യൂളിൽ എന്താണുള്ളത്? 3 ബോണ്ട് പെയേഴ്സും ഉണ്ട്, ഒരു ലോൺ പെയറുമാണ് നമുക്ക് ഉള്ളത്. ചെറിയ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ലോൺ പെയർ. So the formation of hydronium ion involves a coordinate bond which is indistinguishable from covalent bonds. Hence all the OH bonds are indistinguishable. അപ്പം H3O+ൽ 3 OH ബോണ്ടും ഐഡന്റിക്കൽ ആണ് അല്ലേ. സോ 3 ബോണ്ട് പെയേഴ്സും ഉണ്ട്. ഓക്സിജന് ചുറ്റും സെൻട്രൽ ഓക്സിജനേറ്റ് 3 ബോണ്ട് പെയേഴ്സും ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പം നമ്മുടെ ലോൺ പെയർ ഈ 3 ബോണ്ട് പെയറിനെയും ഈക്വൽ ആയിട്ട് പുഷ് ചെയ്യും. കാരണം എന്താണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ അല്ലേ. So H3O molecule has a slightly distorted structure from tetrahedral geometry. sp3 hybridization ആയതുകൊണ്ട് നമ്മൾ tetrahedral geometry എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഒരു ഡിസ്റ്റോർട്ടഡ് ജോമെട്രിയാണ്, ഒരു ട്രയഗണൽ പിരമിഡൽ ജോമെട്രിയാണ് നമുക്ക് കിട്ടുക. ബോണ്ട് ആംഗിൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത tetrahedral ജോമെട്രിനേക്കാളും ലോവർ ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് ആ പോസിറ്റീവ് ചാർജ് ഒരു സിംഗിൾ ഹൈഡ്രജനിലായിട്ട് കൺഫൈൻ ചെയ്തിട്ടുള്ള ഓവറോൾ മോളിക്യൂളിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ OH ബോണ്ടും ഇവിടെ ഈക്വൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓവറോൾ ജോമെട്രി ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും. ബേസിൽ ഹൈഡ്രജൻ ആറ്റംസ്, ടോപ്പിൽ ഓക്സിജൻ, ദെൻ ആക്ച്വൽ പൊസിഷനിൽ എഫക്സിൽ ലോൺ പെയേഴ്സ്. നെക്സ്റ്റ് വൺ ഷേപ്പ് ഓഫ് CCl4 മോളിക്യൂൾ. ഇവിടെ കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p 2 ആണ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. 2s2 2p2ഉം എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുമ്പോഴേക്കും ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s1 2pxy 2py1 2pz1 ആയിട്ട് മാറുന്നു. ഈ എസ് എന്നുള്ള ഒരു ഇലക്ട്രോൺ 2s എന്നുള്ള ഒരു ഇലക്ട്രോണിനെ 2pzലേക്ക് എക്സൈറ്റ് ചെയ്യിക്കും. സോ 4 ഹാഫ്-ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. 4 ഹാഫ്-ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് എന്തായിട്ട് ഒരു 2sഉം 3 2pയും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ക്ലോറിൻ ആറ്റത്തിന്റെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ചേർന്നിട്ട് CCl ബോണ്ട്സ് ഫോം ചെയ്യുന്നു. സെൻട്രൽ കാർബൺ ആറ്റത്തിന്റെ ചുറ്റും 4 ബോണ്ട് പെയേഴ്സ് ആണ് നമുക്കുള്ളത്, ലോൺ പെയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്, റെഗുലർ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് വിത്ത് ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലേ. ഇപ്പൊ നമുക്കറിയാം കാർബൺ CCl
ബോണ്ടുകൾ ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. Cl is more electronegative than carbon. സോ ഓരോ ബോണ്ടും പോളാർ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോണ്ട് ലെങ്ത്, ബോണ്ട് എനർജി, പൊളാരിറ്റി എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഈ ടെട്രാഹെഡ്രൽ ജോമെട്രിയുടെ പ്രത്യേകത കൊണ്ട് ഈ ഓരോ ബോണ്ടിന്റെയും പൊളാരിറ്റി എന്ത് ചെയ്യും, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോലെ നള്ളിഫൈ ചെയ്ത് പോകും. സോ ഓവറോൾ CCl4 എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾ ആണ്, ഈവൻ ദോ ഇൻഡിവിജ്വലി CCl bonds are polar. So hybridization is sp3 and it is a regular tetrahedral geometry. XeF2 federal atom xenon ആണ്, Xe ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കാണിച്ചിരിക്കുക. 5s2 5px2 5py2 5pz2 എക്സൈറ്റഡ് സ്റ്റേജില് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു 5pz ഒരു ഇലക്ട്രോണിനെ 5dയിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്നു, 5d1 ആയി മാറുന്നു. ദെൻ ഇത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d ആണ്. XeF2 ടോട്ടൽ 5 വാലൻഷ്യൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണുള്ളത്. അതിൽ 2 മാത്രമാണ് ബോണ്ട് പെയേഴ്സ്, ബാക്കി 3 ലോൺ പെയേഴ്സ് ആണ്. സോ നമ്മൾ sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ് എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ അതിൽ 3 ലോൺ പെയേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് ഈ ലോൺ പെയേഴ്സ് 3 റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഇക്വിറ്റോറിയൽ പൊസിഷൻ ആണ് ഒക്യുപ്പൈ ചെയ്യുക. ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പിലായിരിക്കും ഇക്വിറ്റോറിയൽ പൊസിഷൻസിലേക്ക് ലോൺ പെയർ വെക്കും. 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുമ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫ്ലൂറിൻ ആറ്റംസ് ഇതുപോലെ ആക്ച്വൽ പൊസിഷൻസിലാണ് വരിക. അതുകൊണ്ട് നമുക്ക് ഓവറോൾ ജോമെട്രി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. XeF4 സെനോണിന്റെ 2 ഇലക്ട്രോൺസ് അല്ലെ, 5p എന്നുള്ള 2 ഇലക്ട്രോൺസിനെ ഡിയിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് അത് ഫോം ചെയ്യുക. ടോട്ടൽ 6 വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ, sp3d2 ആണ്. 6 പെയർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അവിടെയുണ്ട്. അതിൽ 4 ഫ്ലൂറിൻസ് ആണ്. സോ 4 ബോണ്ട് പെയേഴ്സും 2 ലോൺ പെയേഴ്സും ആണുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. പക്ഷെ 4 ബോണ്ട് പെയർ ആറ്റംസ് ഇതുപോലെ ഈ സ്ക്വയറിന്റെ കോർണേഴ്സിൽ ഒക്യുപ്പൈ ചെയ്യും. ദെൻ ലോൺ പെയേഴ്സ് റിപ്പൾഷൻ മിനിമം ആക്കാൻ വേണ്ടി 180 ഡിഗ്രി ആക്സിൽ പൊസിഷൻസിലായിരിക്കും പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓവറോൾ ജോമെട്രി സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. sp3d2 ഹൈബ്രിഡൈസേഷൻ ബട്ട് ജോമെട്രി സ്ക്വയർ പ്ലാൻ. IF5 സെൻട്രൽ ആറ്റം അയഡിൻ ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 5s2 5px1 5py1 5pz1 5d2 നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. 5 ബോണ്ട് പെയേഴ്സ് ആണുള്ളത്. ടോട്ടൽ 6 വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ കാണും. അതിൽ 5 ബോണ്ട് പെയർ ആണ്, 1 ലോൺ പെയർ ആണ്. എക്സ്പെക്ടഡ് ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. പക്ഷെ 4 ബോണ്ട് പെയേഴ്സും ഇതുപോലെ സ്ക്വയറിന്റെ കോർണേഴ്സിലും 1 ആക്ച്വൽ പൊസിഷനിലുമായിരിക്കും. അടുത്ത ആക്ച്വൽ പൊസിഷനിലായിരിക്കും നമ്മുടെ ലോൺ പെയർ വരിക. സോ ജോമെട്രി സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. SS6 ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ നമുക്ക് കാണാം. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് ഫോം ചെയ്യുക. 6 SF ബോണ്ട്സ് ഉണ്ട്. അപ്പം 6 വാലൻഷ്യൽ ഇലക്ട്രോൺ പെയറിൽ 6 ബോണ്ട് പെയർ ആണ്, ലോൺ പെയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ sp3d2 ഹൈബ്രിഡൈസേഷന്റെ ഒക്ടാഹെഡ്രൽ ജോമെട്രി, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ഒരു 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആയിരിക്കും SF6 ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് IF7 ജോമെട്രി. മുമ്പ് പറഞ്ഞ പോലെ അയഡിൻ ആണ് സെൻട്രൽ ആറ്റം. ഇവിടെ D3 ആണ് അല്ലെ, നമ്മുടെ p എന്നും 5s എന്നുള്ള ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്തിട്ട് 5d3 ആയിട്ട് അത് മാറുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈബ്രിഡൈസേഷൻ sp3d3 ആണ്. 7 വാലൻഷ്യൽ ഓർബിറ്റൽസ് ആണുള്ളത്. 7 ബോണ്ട് പെയേഴ്സ് ആണ്, ലോൺ പെയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ sp3d3 ഹൈബ്രിഡൈസേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി തന്നെയാണ് IF7 ഉണ്ടാവുന്ന റെഗുലർ ജോമെട്രിയാണ് പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി.